ഞാൻ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലോട്ടാ പോകുന്നത്. ഏത് കൂട്ടുകാരി? ആന്റി, ഞങ്ങൾക്കറിയാത്ത ഒരു കൂട്ടുകാരിയും ആന്റിക്കില്ലല്ലോ. സത്യം പറ, ആന്റി എവിടെ പോവാ? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾക്ക് മാത്രമേ സുഹൃത്തുക്കളൊക്കെ ഉള്ളെന്നോ? എന്റെ ഫോൺ എവിടെ? മര്യാദയ്ക്ക് അതങ്ങ് തിരിച്ചതാ. എടോ, ഞാൻ ഇവിടെ കിടന്ന് കൂവി ബഹളം ഉണ്ടാക്കും. ഒരു കാര്യമില്ല. ദേ, നീ കൂവി വിളിച്ച് ബഹളം ഉണ്ടാക്കിയാലെന്നല്ല, ഇവിടെ കിടന്ന് മരണവെപ്രാളെടുത്ത് അലറിയ പോലും ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. നിന്നെ ലോക്ക് ചെയ്തിരിക്കുന്നതേ ഞാനാ. നീ ആരാ? എന്താടാ നിന്റെ ഉദ്ദേശം? നിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതിനൊന്നുള്ള ഉത്തരം പറയാനേ സമയമായിട്ടില്ല. പക്ഷെ നീ വന്നത് ഒരു ഉദ്ദേശമായിട്ടാണല്ലോ, അല്ലേ? എന്നിട്ട് അതൊക്കെ നടന്നോ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. നീ എന്നോട് സഹകരിച്ചാ നിനക്കും എനിക്ക് ഒരുപോലെ ഗുണമുണ്ടാവും. മനസ്സിലായില്ല? അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും. എനിക്ക് തന്റെ കൂടെ സഹകരിക്കാൻ മനസ്സില്ല. മര്യാദയ്ക്ക് എന്നെ തുറന്നു വിടാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പറടി, നീ എന്ത് ചെയ്യുമെന്ന്? അമ്മാവൻ ചത്ത പകയും വിദ്വേഷം കൊണ്ട് എന്നോട് പ്രതികാരം തീർക്കാൻ വന്നതാണെങ്കിൽ അമ്മാവന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും അമ്മയ്ക്കും മോൾക്കും. അതൊന്നും വേണ്ടി വരില്ല മാഡം. മകളെ കാണാതാവുമ്പോൾ തന്നെ ആ സ്ത്രീ പാനിക്കാവും. പിന്നെ അധിക സമയം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സത്യം അവർ നല്ല മണി പോലെ പറയും. മാഡത്തിന്റെ കാല് പിടിച്ച് കരയും. അവര് കുറച്ച് കരയട്ടെ. എന്നെ ചതിക്കാൻ വന്നവർക്ക് ഒരിക്കലും ഞാൻ മാപ്പ് കൊടുത്തിട്ടില്ല ഇതുവരെ. ഇനി കൊടുക്കുകയില്ല. അല്ല, സമയം കുറച്ചായല്ലോ. ചോദ്യം ചെയ്യൽ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. മൂർത്തി, അവളൊരു പെണ്ണാ. കണ്ണും മൂക്കും ഇല്ലാതെ എന്തേലും ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. മൂർത്തി എന്ന് നോക്ക്. ശരി മാഡം. ആന്റി ഇതെവിടെ പോവാ? എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ പോവാനായാലും അമ്മ ഇപ്പൊ ഒറ്റയ്ക്ക് പോണ്ട. ഒന്നാതെ വയ്യാതിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാം. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പോയിട്ട് ഉടനെ വരാം. എങ്ങോട്ടാ പോണെന്ന് വെച്ചാ ആന്റിക്കത് പറഞ്ഞൂടെ? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലോട്ടാ പോകുന്നത്. ഏത് കൂട്ടുകാരി? ആന്റി, ഞങ്ങൾക്കറിയാത്ത ഒരു കൂട്ടുകാരിയും ആന്റിക്കില്ലല്ലോ. സത്യം പറ, ആന്റി എവിടെ പോവാ? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾക്ക് മാത്രമേ സുഹൃത്തുക്കളൊക്കെ ഉള്ളെന്നോ? നിങ്ങൾ അറിയാത്ത ചില സുഹൃത്തുക്കളൊക്കെ എനിക്കും ഉണ്ട്. ഞാൻ പോയിട്ട് ഉടനെ വരാം.
എത്രയായി? 60. ആ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും മറക്കാതെ വാങ്ങണം. ആ, അതിൽ ഒരു കാര്യം ഞാൻ എഴുതാൻ മറന്നുപോയി. കുറച്ച് ഉണ്ട ശർക്കര വാങ്ങണം. എന്താ, ഉണ്ട ശർക്കര നീ കേട്ടിട്ടില്ലേ? ആ, പിന്നെ കുറച്ച് വിളക്ക് കത്തിക്കാൻ നല്ലെണ്ണയും കൂടെ വാങ്ങണം. അതും എഴുതാൻ മറന്നുപോയി. ആ, നീ നോക്കിയിട്ട് വിളിക്ക്. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ പറയാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇതാരാ ഈ നേരത്ത് വരുന്നത്? ആരാ ഇത്? കമലയോ? ഈ വഴിയൊക്കെ അറിയാവോ? പലതവണ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. വാ, കേറി വാ. വാ, ഇരിക്ക്. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്ത് വിശേഷം? ഇതുവഴിന്ന് പോയപ്പോ ശോഭനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഹാ, അങ്ങനെയെങ്കിലും ഒന്ന് കേറാൻ തോന്നിയല്ലോ. അല്ല, ബാക്കിയെല്ലാരും എവിടെ? ആ, ഗോകുല് രാവിലെ കോടതിയിൽ പോയി. ശിശിരയാണെ സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കുക. ഗോകുലിന്റെ ഭാര്യ? ഓ, സമൃദ്ധയോ? അവൾ അടുക്കളയിലുണ്ട്. ഇന്ന് ശിശിര സൂപ്പർ മാർക്കറ്റിൽ പോയതുകൊണ്ട് അടുക്കള ഡ്യൂട്ടി അവൾക്കാ. ആ, കമലയ്ക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? ചായ എടുക്കട്ടെ? സമൃദ്ധ മോളെ, ഒരു ഗസ്റ്റ് ഉണ്ട്. വേഗം ഒരു ചായ എടുത്തോ. ഇതാരാ ഇപ്പൊ ഈ സമയത്തൊരു ഗസ്റ്റ്? കമലയുടെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ശോഭനെ. ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? എന്താ ഇത്രയ്ക്ക് വലിയ പ്രശ്നം? ശോഭനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ മോളെയും കൊച്ചുമോളെയും കാണാതായിട്ട് 10 വർഷമായിന്ന്.